കൗമാരപ്രായക്കാരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെൽഫ് കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പിമ്പിൾസ് അല്ലെങ്കിൽ മുഖക്കുരു എന്ന് പറയുന്നത്. 15 മുതൽ 25 വയസ്സിന്റെ ഇടയ്ക്കാണ് കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഈ സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഹെയർ ഫോളിക്കിൾസിന് ചുറ്റുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് അമിതമായുള്ള സെബം അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇത് സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത്തരം കുരുക്കൾ ഫോം ചെയ്യുന്നത്. ചില കുട്ടികൾ നെറ്റിയിൽ, നെഞ്ഞത്ത്, അതേപോലെ തന്നെ കഴുത്തിന്റെ പുറകിലൊക്കെ ആയിട്ട് പഴുപ്പ് നിറഞ്ഞിട്ടുള്ള കുരുക്കൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. മുഖക്കുരു ഉള്ള ആളുകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൽ ആദ്യത്തേത്, നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് ഇത്തരം കുരുക്കൾ പൊട്ടിക്കാതിരിക്കുക, ഇടയ്ക്ക് തൊട്ട് നോക്കാതിരിക്കുക. കാരണം ഇത് കാരണം കൂടുതലായിട്ട് നിങ്ങളുടെ മുഖത്ത് പാടുകൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. മൂന്നാമത്, സ്കിന്നിൽ അമിതമായുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക. നാലാമത്, നിങ്ങളുടെ സ്കിന്ന് എപ്പോഴും വാഷ് ചെയ്യാൻ വേണ്ടി മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷോ ക്ലെൻസറോ ഉപയോഗിക്കുക. അഞ്ചാമത്, തലയിൽ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരിക്കുക. ആറാമത്, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശമില്ലാതെ പലതരത്തിലുള്ള ഓയിൽമെന്റ്സും മറ്റും കാര്യങ്ങളൊക്കെ മുഖത്ത് പുരട്ടാതിരിക്കുക. മുഖക്കുരു പോലത്തെ പ്രശ്നങ്ങൾക്ക് ഇന്ന് ഹോമിയോപ്പതിയിലും ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ്. കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും.